അസ്സലാമു അലൈക്കും, അഖ്ബാറക്കും തമാം. അറബി ഭാഷയുടെ കൾച്ചർ അത് ഭയങ്കരമാണ്. ആ സംസ്കാരമുണ്ടല്ലോ, ആ ഒരു നാറ്റീവ് സ്പീക്കേഴ്സിൻ്റെ ആ ഒരു ശൈലി ഉണ്ടല്ലോ, അത് നമ്മൾ ഒപ്പിയെടുക്കണം. അപ്പോഴേ നമ്മളൊരു അറബിയാവുള്ളൂ. അല്ലാതെ കുറേ ഒരു കുപ്പായം ഇട്ടത് കൊണ്ട് മാത്രം അറബിയാവില്ല. അറബിയായി മാറണമെങ്കിൽ ആ ഒരു കൾച്ചർ റിലേറ്റീവായ വാക്കുകൾ പഠിക്കണം. അപ്പോൾ എന്നോടൊരാൾ അറബി പറഞ്ഞു, ഞാനിവിടെ ക്ലാസ് എടുക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ സയ്യിദ് ജിബ്ലി അൽഫുറിയ, അദ്ദേഹത്തിന് ഞാൻ കൊടുക്കേണ്ടതുണ്ട് ജിബ്ലി അൽഫുറിയ. അബ്ഷിയ ബാബ, അബ്ഷിർ എന്നാണ് പറയേണ്ടത്. ഇതാ ഞാൻ തരാം. ഹലസ് മാഫി മുഷ്കില. നമ്മുടെ ആൾക്കാർ പറയുന്ന 6 ഡയലോഗുണ്ട്. ഞാൻ പലപ്പോഴും എൻ്റെ ഔസ്ലർമാരായ സുഹൃത്തുക്കളോട് ചോദിക്കാറുണ്ട്. നിങ്ങളോട് പറഞ്ഞു ജിബ്ലി ഖുബ്സിയ ജോണിനെ പറ്റി റൊട്ടി വാങ്ങിക്കൊണ്ടുപോവാ, ജിബിലി ലബൻ. അങ്ങനെയാണല്ലോ അവരുടെ ഓരോ സന്ദർഭത്തിലെ ആവശ്യങ്ങൾ പറയാനാണ് ഒരു ഓൺ കോൾ അല്ലെങ്കിൽ എന്താണ് ഫുൾ അലേർട്ടായി നിൽക്കുന്ന ഒരാൾ അവരുടെ കൂടെ ഉണ്ടാകുന്നത്. അത് കൊണ്ടുവരാൻ പറയുമ്പോൾ അദ്ദേഹം എന്ത് പറയാണ്? അയ്വ എന്ന് പറയും. എന്തൊക്കെ പറയാറുള്ളത്? ഒന്ന് അയ്വ, ഞാൻ അറബിയിൽ എഴുതുന്നുണ്ട്, അയ്വ എന്ന് പറയും. രണ്ടാമത് നമ്മൾ ആൾക്കാർ പറയും മാഫി മുഷ്കില എന്ന് പറയും, ഇപ്പം കൊണ്ടുവരാൻ അർത്ഥത്തിനാണ്. ഓക്കെ. മൂന്നാമത് പറയും ഖലാസ് എന്ന് പറയും. എന്ത് പറയും? ഖലാസ്, ഓക്കെ എന്ന അർത്ഥത്തിന് പറയും. വേറൊരു അർത്ഥത്തിൽ തയ്യിബ് എന്ന് പറയും. ഓക്കെ, തയ്യിബ് എന്ന് പറയും. വേറെ ഒന്ന് തമാം എന്ന് പറയും, ഗുഡ് എന്ന അർത്ഥത്തിന്. ഇതൊക്കെ പറയും. വേറെ ഒന്നും കൂടി അറിയുന്ന ആൾക്കാർ പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണെന്ന് പറയാം പറയുന്ന വാക്ക്? അനജീബിലേക്ക്. കറക്റ്റ് മലയാളമാണ്, കറക്റ്റ് മലയാളത്തിൻ്റെ അറബിയാണ്. ബാബാ ജീബ് ഖുബ്സ് യാ ജോൺ. ഓക്കെ, അനജീബിലേക്ക്. അജീബിലേക്ക് കറക്റ്റ് അറബിയാണത്. അജീബിലേക്ക്. അജീബ് എന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുവരാം, ഞാൻ അത് നിങ്ങൾക്ക് കൊണ്ടുവരാം. ഓക്കെ, ഇത്തരം കുറേ വാക്കുകൾ നമ്മൾ ആൾക്കാർ പറയാറുണ്ട്. അങ്ങനെയാണോ പറയാ? ഞാൻ പറയുന്ന ഒന്നുകൂടി പറയട്ടെ. ഞാൻ എൻ്റെ കഫീല്, എൻ്റെ സ്പോൺസർ, എൻ്റെ അർബാബ്, എൻ്റെ മുദീർ എന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു. ഞാൻ എന്താ പറയാ? ഖലാസ് നമ്പർ 1 തെറ്റല്ല, തയ്യിബ് നമ്പർ 2 തെറ്റല്ല, മാഫി മുഷ്കില നമ്പർ 3 തെറ്റല്ല, തമാം ഓക്കെ തെറ്റല്ല, അയ്വ തെറ്റല്ല, അനജീബിലേക്ക് ഞാൻ കൊണ്ടുവരാലോ, ഇതൊന്നും തെറ്റല്ല. പക്ഷെ അങ്ങനെ അല്ല പറയേണ്ടത്. പദാനുപാത തർജുമ നോക്കുമ്പോൾ കറക്റ്റാണ്, പക്ഷെ അതല്ല അറബി. അവിടെ എന്താ അബ്ഷിർ എന്നാണ് പറയേണ്ടത്. എന്താ പറയേണ്ടത്? അബ്ഷിർ യാ സയ്യിദ്. ഞാൻ ആദ്യ ഭാഗം മാത്രം വീഡിയോ കണ്ട് സ്കിപ്പായി പോകാണ്ട് പെട്ടുപോകും കേട്ടോ. അപ്പോൾ എന്താ പറയേണ്ടത്? അബ്ഷിർ. എന്താണ് പറയുക? അബ്ഷിർ യാ സയ്യിദ് ജിബ്ലി ഹാദ അബ്ഷിർ യാ ബാബ. നിങ്ങൾ ഷോപ്പിലാണ് നിൽക്കുന്നത്, ഷോപ്പിൽ നിന്ന് ഒരാൾ പറഞ്ഞു നിങ്ങൾ അതിൻ്റെ എടുക്കും, മറ്റേ എടുക്കും എന്ന് പറഞ്ഞു. ജിബ്ലി സാനി അബ്ഷിർ അബ്ഷിർ. നിങ്ങൾ ബില്ല് ചെയ്തു അബ്ഷിർ. എന്ത് കാര്യത്തിനും അങ്ങ് സന്തോഷിക്കുക, ഇതാ ഞാൻ ചെയ്തു എന്ന് ചെയ്തു കൊള്ളാമെന്ന് പക്കി ബാത്ത് എന്ന് പറയും ഹിന്ദിക്കാർ. ഈ ബഹുത് പക്കി ബാത്ത് എന്നാൽ അത് ഡയലോഗ് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഉറപ്പ് കിട്ടും. അപ്പം നമ്മൾ പറയാം അബ്ഷിർ. ഈ അബ്ഷിറിൻ്റെ കൂടെ അദ്ദേഹത്തിന് നിങ്ങൾ എന്താണോ വിളിക്കുന്നത് അത് നിങ്ങൾ പറയണം. അബ്ഷിർ യാ അമ്മി, അബ്ഷിർ യാ സയ്യിദ്, അബ്ഷിർ യാ ഷേഖ്. അത് ലേഡീസിനോടാണെങ്കിൽ അവിടെ അബ്ഷിരി എന്നാക്കി മാറ്റണം. എന്ത് പറയണം? അബ്ഷിരി. ഓക്കെ, അവർ മാറ്റണ്ട്. അബ്ഷിരി യാ മാമ, അബ്ഷിരി. അപ്പം എന്നോട് അവിടുത്തെ വീട്ടുകാർ, മാമ എന്ന് പറയാം ഔസ്ലർമാരൊക്കെ, അവർ വിളിച്ചൊരു കാര്യം പറഞ്ഞു. അല്ലെങ്കിൽ ഓഫീസിലേക്ക് എൻ്റെ ഷോപ്പിലേക്ക് ഒരു കസ്റ്റമർ വന്നു. അവരെന്നോട് പറഞ്ഞു ജിബ്ലി ഹാദ യാ സയ്യിദ്. അപ്പം ഞാൻ പറഞ്ഞു അബ്ഷിരി യാ മാമ, അബ്ഷിരി യാ ഉഖ്തി. മാമ എന്ന് വിളിക്കുന്നത് പ്രായമുള്ള സ്ത്രീകളെ മാത്രമേ വിളിക്കാവൂ കേട്ടോ. ചെറുപ്പക്കാരെ മാമ വെച്ച് അടി കിട്ടും, പ്രശ്നമാണിത്. അങ്ങനെയല്ലേ? എന്നോട് എടാ കളവാന്ന് വെച്ചാൽ എനിക്ക് പ്രശ്നമാവില്ലേ? ഞാൻ കളവനല്ലല്ലോ. അതുപോലെ അബ്ഷിരി അബ്ഷിരി. ഓക്കെ, അപ്പം ലേഡീസിനോട് പറയുമ്പോൾ അബ്ഷിരി എന്നും പുരുഷനോട് പറയുമ്പോൾ അബ്ഷിർ എന്നും പറഞ്ഞുകൊണ്ട് അതൊരു പ്രോമിസ് പോലെ നിങ്ങൾക്ക് സംസാരിക്കും. അപ്പോഴാണ് നിങ്ങൾ അറബികളുടെ ഡയലോഗ് നിങ്ങൾക്ക് കടമെടുത്ത് പറയാൻ സാധിക്കുകയുള്ളൂ.